സെലിബ്രിറ്റി കിച്ചൺ മാജിക്. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെ കേക്ക് റൗണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വ്യത്യസ്തമായ കേക്കിൻ്റെ തയ്യാറെടുപ്പുകളും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത്തരം കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേക്ക് റൗണ്ട് തീർന്നിട്ടില്ല. ഇനിയും മത്സരാർത്ഥികൾ ബാക്കിയുണ്ട്. എങ്ങനെയാണ് അവരുടെ വ്യത്യസ്തമായ കേക്കുകൾ തയ്യാറാക്കുന്നതെന്ന് കാണുക, ആസ്വദിക്കുക. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും കൗള സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൻ്റെക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് കേക്കാണ്. ഞാനും കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. കേക്ക് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, എൻ്റെ വീട്ടിലിഷ്ടമുള്ള, എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇഷ്ടമുള്ള, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമുള്ള, കൂടുതലും പ്രേക്ഷകർക്കും എല്ലാവർക്കും യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ബ്ലാക്ക് ഫോറസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഭംഗിക്ക് ഉണ്ടാക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തുടങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ ആദ്യം എന്തൊക്കെയാണെന്ന് പറയാം. മൈദ, ബേക്കിംഗ് പൗഡർ വേണം, കൊക്കോ പൗഡർ വേണം, ഷുഗർ വേണം, കുക്കിംഗ് സോഡ കുറച്ച് വേണം, ഐസിങ് ഷുഗർ, മുട്ട, പാല്, പിന്നെ ഇത് സിറപ്പാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 സ്പൂൺ എടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വെച്ചേക്കണം. നമുക്ക് ലാസ്റ്റ് നമുക്ക് ഉപകരിക്കും. നമുക്ക് ആദ്യം അത് തന്നെ ചെയ്യാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആദ്യം എടുത്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം എടുത്ത് തിളപ്പിക്കാം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് അതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര കുക്കിങ്ങുകളാണ്. എല്ലാവരും ഭയങ്കര കേക്കെന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ 8 കളിയാണ്. മിക്കവാറും എല്ലാവരും ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാത്തിനും ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും. ഞാൻ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരിക്കില്ല വേറൊരാൾ ഉണ്ടാക്കുന്നത്. വേറൊരാൾ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് വേറൊരാൾ ഉണ്ടാക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരിക്കില്ല ഞാൻ ഉണ്ടാക്കുന്നത്. ഇതൊന്നും ആയിരിക്കില്ല കടയിൽ കിട്ടുന്നത്. അതിൽ കുറേ ടേസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് ഞങ്ങളുടേതായിരിക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലാവും, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താവുമെന്നും എനിക്കും അറിയില്ല. നോക്കാം. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട, നോട്ട് ദ പോയിന്റ്, 3 മുട്ട. ഇനി മുട്ട വീണ്ടും ആവശ്യമെന്ന് എനിക്ക് തോന്നി ഞാൻ വീണ്ടും ഇടും. ഇപ്പം തൽക്കാലം 3 മുട്ട. 1, 2, 3, 1 മുട്ട കൂടി എടുക്കും ഞാൻ. 4. ഇനിയും അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പണ്ട് ഇവിടെ എല്ലാം ഉണ്ടാക്കിയതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളങ്ങനെ സാധാരണ ചെയ്യുക. മറ്റേ കറക്റ്റ് എല്ലാം 1.5 സ്പൂൺ ഇട്ട് അങ്ങനെ എല്ലാം നമുക്കറിയാം. ഒരുവിധം ഇങ്ങനെയൊക്കെ വേണം. വലിയ വർഷങ്ങളായി പരിചയസമ്പന്നരായിട്ടുള്ള കുക്കിംഗ് അറിയാവുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ചിലപ്പോൾ ജീറ്റിപ്പോവും, ചിലപ്പോൾ നന്നാവും. അപ്പോൾ 1, 2, മധുരം ഒട്ടും കുറയ്ക്കണ്ട, 3, 4, 5 ഇരിക്കണം. എന്നിട്ട് നമുക്ക് തെറിക്കും എന്തോ പേടി. ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയായിരുന്നു. നേരത്തെ ചെറിയ പാത്രത്തിൽ എടുത്തപ്പോൾ എൻ്റെ ദേഹത്ത് തെറിച്ചു. നമുക്കൊരു കാര്യം, ഒരെണ്ണം തൽക്കാലം ഊരാം. എന്തിനോ വേണ്ടി കറങ്ങുന്ന മുട്ട. ഇനി ശേഷം നമ്മളിതിനകത്ത് എന്താ ചേർക്കുക ഞാൻ മറന്നുപോയില്ല. പാല്, വളരെ കുറച്ച് പാൽ, ഒരുപാട് വേണ്ട, ഇച്ചിരി. പാല് ചേർത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചേർക്കും? കുറച്ച് ആർക്കാർ പറ്റിക്കാൻ വേണ്ടിയിട്ട്
ഒരിച്ചിരി വാനില എസൻസ്. ഒരിക്കലും ഞാൻ പറഞ്ഞത് ഒരുപാട് പറഞ്ഞു തരില്ല, ഭയങ്കര ഡിമാൻഡാണ് ഞാൻ. മൈദ, ഇതിനകത്തേക്ക് ഒരുപക്ഷെ ഇങ്ങനെ ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ടാക്കുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കും. ഞാൻ സാധാരണ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് എല്ലാവരും ചെയ്യാറ്. പക്ഷെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയൊരു രീതിയിലാണ് ഞാനിത് ആവിഷ്കരിക്കുന്നത്. ഇനിയും നമ്മൾ കൊക്കോ പൗഡർ, ഇവരെല്ലാവരോടും ഒന്ന് നോക്കി നിൽക്കുമോ? എനിക്കൊന്നും വരുന്നില്ല. കൊക്കോ പൗഡർ നോക്ക്, നിങ്ങൾ നോക്ക്, നിങ്ങളത് നോക്ക്. ഞാൻ എങ്ങനെ ഇന്ന് 1 2 3 4 പേര്, എനിക്കാവുന്നില്ല. എനിക്കറിയില്ലായിരുന്നു ഇവരെല്ലാവരും വലിയ കുക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നില്ല ഞാൻ. കൊക്കോ പൗഡർ മിക്സ് ചെയ്തു. തന്നെ കറങ്ങും കേട്ടോ, ഒന്നും ചെയ്ത് കൊടുക്കണ്ടായിരുന്നില്ല. വളരെ മോഡേണായിട്ടുള്ള പ്രത്യേകതരമായിട്ട് എനിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞുണ്ടാക്കിയ സാർ കേട്ടോ, തന്നെ കറങ്ങുന്നു. എന്തിനു വേണ്ടി കറങ്ങുന്നു? ഇത് നന്നായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടത് ഇങ്ങനെ അങ്ങ് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇതാവുള്ളൂ. ഈ കൊക്കോ പൗഡർ കുറച്ചുകൂടി ഇടണമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ആക്ച്വലി ആ ബേക്കിംഗ് പൗഡർ ഇടേണ്ട സമയമായിരുന്നു. കൊക്കോ പൗഡർ കഴിഞ്ഞിട്ടായിരുന്നു ബേക്കിംഗ് പൗഡർ ഇടേണ്ടത്. അതെന്നെ എൻ്റെ കൈകൾക്ക് പോലും അറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഞാൻ ഇടണം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോഫി കുറച്ച് ഒരു കുറച്ച് സോഡാപ്പൊടി, ഒരുപാടല്ല, ഒരു ഇച്ചിരി. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതൊന്ന് പ്രീ ഹീറ്റിലിട്ടേക്കാം. 10 മിനിറ്റ് മതി തൽക്കാലത്തേക്ക്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഐസിങ് ഷുഗർ ആഡ് ചെയ്യണേ. എന്തിരുന്നല്ലേ ചോക്ലേറ്റ് പണ്ട് സ്കൂളിലൊക്കെ. ഇതിൻ്റെ വലിയൊരു പ്രശ്നം കേട്ടോ. നമുക്ക് വീട്ടിൽ നമ്മൾ അങ്ങനെ ഇതൊന്നും ഉപയോഗിച്ച് ശീലമില്ലല്ലോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെയല്ലല്ലോ, നമ്മൾ മറ്റേ സാധനം വെച്ചിട്ടല്ലേ ചെയ്യുക. ഇതിൻ്റെ ഒന്നും വലിയ ജോലികൾ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊന്നും ശരിയാകത്തില്ല, ദേഷ്യം വരും ചില സമയത്ത്. വാട്ട് ഈസ് ദിസ്?
സംഗതി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ എല്ലാം ചേർത്തല്ലോ അല്ലേ. എന്താ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുകയെന്നറിയോ? കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, സാധാരണ നമ്മുടെ ബേക്കിംഗ് പൗഡർ, പിന്നെ ഐസ് ഷുഗർ, മുട്ട, പാല്, വാനില എസൻസ്, ഇതെല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലോ, അപ്പോൾ ഈ ഗോൾഡ് വിന്നറിൻ്റെ ഓയിൽ അതൊഴിച്ചാലും മതി. വെജ് ഓയിൽ കിട്ടും, അതാണെങ്കിലും കുഴപ്പമില്ല. ഇതാ കുറച്ച് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിച്ചു. എന്നിട്ട് ഈ ഓയിലങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് ഒന്ന് ഫുൾ എല്ലായിടും അതൊന്ന് സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. എല്ലായിടത്തും മാക്സിമം സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് നമ്മൾ എപ്പോൾ ബേക്ക് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഒരു 10 to 20 മിനിറ്റ്സ് 20 to 30 മിനിറ്റ്സ് അത് പ്രീഹീറ്റ് ചെയ്ത് വെക്കണം. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് അതിനകത്തോട്ട് വയ്ക്കാം. ഒഴിക്കുകയാണ്. തേർട്ടി മിനിറ്റ്സ് മതിക്കുക. 30 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്കും ഏകദേശം ഓക്കെ ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം, അതായത് ക്രീം വേണ്ടേ, അതാണല്ലോ ഒരു കേക്കിൻ്റെ പ്രധാന സംഭവം എന്ന് പറയുന്നത് ക്രീമാണ്. അപ്പോൾ നമുക്ക് ക്രീം അതിന് വേണ്ടിയിട്ട് റെഡിയാക്കാം. ആവശ്യത്തിനുള്ള എടുത്തിനെയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എടുത്താൽ പോരെ. മറ്റുണ്ടാക്കുന്ന പോലെ ഇത് ഫുള്ള് ദേഹത്തൊക്കെ മുഴുവനായി ആകെ മൊത്തത്തിൽ അലങ്കോലാവും. ഇനി നമുക്കിതിനെ ഇടയ്ക്ക് നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഞാനിതിൻ്റെ ഇത് ഗ്രൈൻഡ് ചെയ്യുന്ന ആ അറ്റം ഉണ്ടല്ലോ, ഇത്ര നേരം ഞാൻ ഫ്രീസ് ചെയ്ത് വയ്ക്കുമായിരുന്നു. അത് ശരിക്കും അങ്ങ് പതഞ്ഞ് നല്ല ഇങ്ങനെ വരണം. കുറച്ച് പാടുണ്ട് മോനെ, ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാ പണിക്കും ഇതുണ്ട്. അപ്പോൾ ഈ കേക്കുകളുടെ മാത്രം കടകളിലൊക്കെ എന്തോരം കഷ്ടപ്പാടായിരിക്കും അല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്ക് ഞാൻ ദുബായിൽ പ്രോഗ്രാമിന് പോയി. ദുബായിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റിൽ എയർപോർട്ടിൽ ഞാൻ ചെന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന സമയം മുതൽ ഒരു 2 ചേച്ചിമാർ എന്നെ വല്ലാതെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ചെയ്യുന്നതും നടക്കുന്നതും എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായപ്പോൾ അവർ പറയും, വീണില്ല ഇത് വീണ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് മിണ്ടുന്നില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് വന്ന് എല്ലാ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തതിന് ശേഷം ഞാൻ വന്നിരുന്ന സമയത്ത് ഇവരെൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം ഞാൻ സമയമുള്ള ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് നെയിൽ പോളിഷ് ഇടുന്നതുകൊണ്ട് ഇവർ ഭയങ്കര ചിരിയായിരുന്നു. അത് ഇവരെൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നോട് സംസാരിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞു, ഞാൻ എത്ര നാളായി സീരിയൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിലൊക്കെ അവരെടുത്ത് പറഞ്ഞത് കിച്ചൺ മാജിക് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, മിക്കവാറും കാണാറുണ്ട് വീണ കിച്ചൺ മാജിക്. കിച്ചൺ മാജിക്കിൻ്റെ ഫാനായിട്ടുള്ള വളരെയധികം നല്ല ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. Somali raya, Somali raya, Somali.
ചുമ്മാ ചുമ്മാ ചുമ്മാലേ ചുമ്മാ 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 ഇവരെന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കാൻ വേണ്ടി വന്ന കാവാലികളാണ്. തെറ്റട്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചിരി പൊക്കിട്ട് ഡുമ്മാടുമ്മ വയ്ക്കാം. അച്ഛടാ ദേ കിടക്കുന്നു അങ്ങനെയൊക്കെ. ആ ശരി, ആ നല്ലത്. പൊയ്ക്കോ. നോക്കൂ നമ്മുടെ കേക്ക് വലുതായി വരുന്നു. ആക്ച്വലി ഞാനിത് എത്ര നേരമായിരുന്നു ഇതൊന്ന് ആ ഒരു കറക്റ്റായിട്ട് അതൊന്ന് അങ്ങനെ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. എൻ്റെ കൈ കഴിച്ചു തുടങ്ങി. ഇനി കുറച്ച് നേരം നിങ്ങൾ ആരെങ്കിലും വന്നൊന്ന് പിടിക്കും പ്ലീസ്. പ്രേക്ഷകർ നിങ്ങൾ ആരെങ്കിലും വന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരും കുറച്ച് നേരം. പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത്. ഒരു ഗുണം കിട്ടിയിട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ കിച്ചൺ മാജിക്കിൽ വന്നതുകൊണ്ട് സർവ്വ സാധനങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചു. അല്ലെങ്കിൽ കേക്കൊന്നും ജന്മത്തുണ്ടാക്കാൻ നമുക്ക് ട്രൈ ചെയ്തപോലുമില്ല. ഇവിടെ വന്നതുകൊണ്ട് ഇതുണ്ടാക്കാൻ പഠിച്ചു. നമ്മുടെ കേക്ക് ഇതാ അതിന് ബേക്ക് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്താ അവസ്ഥ എന്ന് നോക്കാം. എൻ്റെ ശിവനെ കുഴപ്പമൊന്നുമില്ലാതെ പൊട്ടാതെ ചീച്ചാതെ കിട്ടിയിട്ടുണ്ട്. ഇതിനൊന്ന് തണുപ്പിക്കണം. അതുകൊണ്ട് പച്ചവെള്ളം ഞാൻ ഒഴിച്ചു ഇതിനകത്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് കണ്ടോ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത്. എന്തോരം സാധനമാണ് താടി ചെയ്ത്, പക്ഷെ വെയിറ്റ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇങ്ങനെ പൊങ്ങിക്കിടന്ന് ഡാൻസ് ചെയ്യുന്നത്. നോക്കൂ കണ്ടോ, അതിങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യട്ടെ കുറച്ച് നേരം. കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കേക്ക് നമ്മൾ എടുത്തിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യും. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് 3 മാറ്റി വയ്ക്കും. 3 മാറ്റി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇടയ്ക്ക് ഐസും ആഡ് ചെയ്ത് അങ്ങനെ ക്രീമൊക്കെ ആഡ് ചെയ്ത് അത് 3 ലെയർ ഫില്ല് ചെയ്ത് ഇനി പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെൻഷനൊക്കെ കഴിഞ്ഞു. ഇതിനെ കട്ട് ചെയ്തൊന്ന് റെഡിയാക്കേണ്ട ഒരു താമസമേ ഉള്ളൂ. സെക്കൻഡ് then third. ഇപ്പം 3 റെഡിയാക്കി നമ്മൾ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ സൈഡിൽ നമ്മൾ പറ്റിയെല്ലാം കഴിയുമ്പോഴത്തേനും ഓരോന്ന് വീഴും. ആ വീഴുന്ന സംഭവം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ ആ മെയിൻ ഇതിനകത്ത് റമ്മ് ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ച് അടിച്ച് ഫിറ്റാവും. അത് പാടില്ല. ഒരെണ്ണത്തിനകത്ത് ഇത്ര വയ്ക്കും. കണ്ടോ, ഒരു കേക്കില്ലേ വേണ്ടത്. കണ്ടോ ഒഴിച്ചത് കണ്ടോ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാണുമല്ലേ. എന്നിട്ട് ഈ ചെറി
ചെറിയുടെ ഇതിൻ്റെ ഒരു പേരുണ്ടല്ലോ, ഇതിൻ്റെ ലിക്വിഡ് ടിൻഡ് ചെറി എന്ന് പറയും, അതിൻ്റെതായ ലിക്വിഡ്. നമുക്കൊരു കാര്യം ചെയ്യാം, അത് ഈ സാധനം അങ്ങ് ഒഴിച്ചിട്ടങ്ങ് മാറ്റിയേക്കാം. വീണ്ടും എത്ര എടുത്തു? ഇതിന് നമ്മൾ 3 ലെയറാണ് ആക്കിയത്, കണ്ടായിരുന്നല്ലോ നിങ്ങളെല്ലാവരും. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒഴിക്കണം, പക്ഷെ ഇത് ഒഴിക്കുമ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റ് കിട്ടും എന്നാണ് വെപ്പ്. ഇത് ഒഴിച്ചാലേ ശരിയാവും എന്നൊന്നുമില്ല. പിന്നെ എല്ലാവരും ഒഴിക്കാറുണ്ട്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ഒഴിച്ചേക്കാം. എന്നിട്ട് സെയിം നമ്മൾ ചെറി സിറപ്പ് വീണ്ടും ആഡ് ചെയ്യുകയാണ്. ഇവിടെ അതുപോലെ തന്നെ ചെറി സിറപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ചെറി സിറപ്പ് നമ്മൾ ഈ 3ലും അതേപോലെ കുറച്ചൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും അത് ചെയ്ത് കഴിയുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഐസ് ആഡ് ചെയ്യാം. ക്രീം നമുക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ ക്രീം കറക്റ്റായിട്ട് അടുത്തത് രണ്ടാമത്തെ പീസ് എൻ്റെ മുകളിലേക്ക് വെച്ചു. രണ്ടാമത്തെ ലെയർ വെച്ചു. ഇനി അടുത്തത് മൂന്നാമത്തെ ലെയർ, ഫൈനൽ. ഈ ലെയറിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കി പറയുക കാര്യം വെച്ച് നമ്മുടെ ഈ സിസ്റ്റത്തിൽ എല്ലാ കമ്പ്യൂട്ടറിലുള്ളൊരു ഗെയിമുണ്ട്, കേക്ക് മേക്കിംഗ്. അത് പെട്ടെന്ന് ഞാനിങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ആലോചിച്ചു കേക്ക് മേക്കിംഗ്. കവർ ചെയ്യുക. അയ്യോ, ശരിക്കും പറഞ്ഞാൽ ക്ഷീണിച്ചു കേട്ടോ. ഡെയിലി ഇഷ്ടംപോലെ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഒരവസ്ഥ നിങ്ങൾ കാണുക. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കഷ്ടപ്പാടിലാണ് ഞാൻ. ലവ് ചിഹ്നം എടുത്തിട്ട് ലാസ്റ്റ് ലവ് അല്ലാന്ന് തോന്നുന്നില്ല. ഹാർട്ടിൻ്റെ ആ ഒരു കറക്റ്റ് പൊസിഷനിൽ കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. ഇവിടം കൊണ്ടൊരു വളവ് പോലെ എനിക്ക് എങ്കിലും തോന്നണമെന്ന് അറിയത്തില്ല. കറക്റ്റാണെങ്കിലും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ടിരുന്നാൽ അത്രയും കൂടെ ഭംഗിക്കിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം.
ഞാനിതൊന്ന് ഇതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കും എന്താവുമെന്ന്. നമുക്ക് നോക്കാം. വീണയുടെ ഐസിങ് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ബ്ലാക്ക് ഫോറസ്റ്റ് ഇതിന് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഫിനിഷ് കൊടുക്കണം അല്ലേ? അതിന് എന്തൊക്കെയാണ്? ചോക്ലേറ്റിന്റെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, പിന്നെ സ്ട്രാൻഡ്സ് ഉണ്ട്, ഇതോടെ വെച്ചിട്ട്. ഇതെന്ത് തന്നെ? ഇത് അത് വാങ്ങിയതാണ്, കഴിക്കാവുന്നതാണ്, എഡിബിൾ അല്ലേ? വാങ്ങിയതാണ്. അതെ അതെ. ഓഹോ, സെലിബ്രേഷൻ. അത് ശരി, അതിനകത്ത് സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചതായിരിക്കും. വയ്യ, ഇച്ചിരി ഒഴിച്ചിട്ടുള്ളൂ. വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിരുന്നു കേക്ക്. കറക്റ്റായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് ആദ്യം എടുത്തപ്പോഴത്തെ എത്ര ലെയർ ഉണ്ട്? മൂന്നുണ്ട്. ഈ ഒരു വലിപ്പം വെച്ചിട്ട് 3 ചെറീസ് അല്ലേ? വെച്ചോളൂ. ഈ സത്യമായിട്ട് എങ്ങനെ ഞാനതിനകത്ത് ഓരോ മറ്റേ ഇത് വെച്ചിട്ടുണ്ട്, ഡെക്കറേറ്റ് സിൽവർ കളറിൽ. അപ്പോൾ ഇനി ഇതിപ്പോൾ എവിടെ വെക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സാധാരണ നോർമലായിട്ട് ഇതിൻ്റെ മുകളിലാണ് ഒരു വ്യത്യാസം ഉണ്ടാക്കണം തോന്നുന്നുണ്ട്. മിക്കവാറും ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അങ്ങനെ തന്നെ വെക്കുമെന്ന് ഒന്ന് കണ്ടിട്ട് പോകല്ലേ? വീണയുടെ ആ ക്രിയേറ്റിവിറ്റി എവിടെയാണ് വെക്കാൻ പോകുന്നത് നോക്കട്ടെ. ആലോചിച്ചോളൂ എന്നിട്ട് വെച്ചാൽ മതി. അയ്യോ പറയണ്ടായിരുന്നു ചേച്ചി. എന്തായാലും ഞാൻ ഇതിന് മുന്നേ എക്സാമിന് അടുത്ത് ടീച്ചർ നടമ്പോൾ അടുത്ത് വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു? അതുപോലത്തെ അവസ്ഥയിലാണ്. എക്സാമിൻ്റെ ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കാൻ ഫുൾ ഡൗട്ട് അടിച്ചായിരിക്കും ആൻസർ എഴുതുന്നത്. അപ്പോഴത്തേക്കിന് തൊട്ടടുത്തുനിന്ന് ടീച്ചേഴ്സ് ഇങ്ങനെ അങ്ങനെ പരിപാടിയുണ്ട്. നമ്മളിങ്ങനെ കുട്ടികൾ എഴുതുമ്പോൾ നമ്മൾ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിന് പിന്നെ അനങ്ങൂല, പിന്നെ എഴുത്തൊന്നുമില്ല അല്ലേ? അതുപോലെയാണ് ഇതുപോലെ ഇപ്പം ഒരു ചെറിയ വെച്ചിങ്ങനെ നിൽക്കുകയാണ്. ശരി, അതൊക്കെ ചെയ്തോളൂ, ഞാൻ മാറിത്തരാം. ഏകദേശം നമ്മുടെ ഡെക്കറേഷനൊക്കെ നടക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് അത് നമ്മളിങ്ങനെ വേര് വിതറുകയാണ്. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് നമുക്ക് വലിക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ പേപ്പർ. നമുക്ക് ആ പേപ്പർ വലിക്കാം. വെയിറ്റ് കൂടിയോണ്ട് ഇനി എങ്ങനെയാകും എന്നറിയില്ല. ഒരെണ്ണം കറക്റ്റായിട്ട് കിട്ടി.
അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ടല്ലോ. ഒരു സമാധാനമുണ്ട്. എന്തായാലും ഇത് കഴിയുന്നതോടുകൂടി ഞാൻ നല്ലൊരു കുക്കാവും. കാരണം കേക്കൊന്നും ലൈഫിൽ ഉണ്ടാക്കുന്ന തീരെ പ്രതീക്ഷയല്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ വന്നു. പക്ഷേ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കിച്ചൺ മാജിക്കിലൂടെ ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചേച്ചി പറയട്ടെ. ഇത് എൻ്റെ ഫാമിലിക്കും ചേട്ടൻ്റെ ഫാമിലിക്കും എൻ്റെ റിലേറ്റീവ്സിനും എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തായാലും കാണിച്ചതൊക്കെ മനസ്സിലായല്ലോ. ഭയങ്കര എളുപ്പമാട്ടോ. പക്ഷേ ആക്ച്വലി ഈ കേക്ക് ഉണ്ടാക്കാൻ ആ ക്രീം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പതിപ്പിച്ച് അതിനെ വലുതാക്കുന്നത് ഒഴികെ ബാക്കി ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉണ്ടായി കഴിഞ്ഞപ്പോൾ വലിയ പാടൊന്നുമില്ല. ബാക്കി നമ്മുടെ ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫുഡുകളാണ് ഉണ്ടാക്കാനൊക്കെ പാട്. ഇത് വലിയ പാടൊന്നുമില്ല. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാനിതിനെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓവറായോ കുറഞ്ഞോ ഒന്നൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ്. സോ എന്തായാലും എൻ്റെ കൺസെപ്റ്റ് ഹേർട്ടായിരുന്നു. ആ ഹേർട്ടിനെ ഞാൻ മാക്സിമം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ലക്ഷ്മി ചേച്ചി പറയട്ടെ.